ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം VS ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരി. മധുരം ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഒരു വീഡിയോയിലെത്തി പോകാം. ഇത് പഴംപൊരി ഉണ്ടാക്കാനുള്ള പുളിമാവാണ്. അത് ഇന്നലെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയതിന്റെ ബാലൻസ് പുളിമാവ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ മൈദ മാവ് ചേർക്കുന്നു ആവശ്യത്തിന്. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, മധുരത്തിന് ആവശ്യമായത്. പക്ഷെ ഈ പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പഴംപൊരി നല്ല ചുമന്ന കളറിൽ നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് കളർ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ, ആ ഒരു വെള്ള കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കലക്കിയെടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ തലേന്ന് പഴംപൊരി ഉണ്ടാക്കാൻ കുഴച്ച മാവിൽക്കോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ആ പുളിമാവായിട്ട് എടുക്കുന്നത് കേട്ടോ. വേറെ സോഡാപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. നല്ലവണ്ണം ഇതിന്റെ നല്ലവണ്ണം അടിച്ച് കുഴയ്ക്കണം കേട്ടോ. അന്നേരം ആണ് നല്ല പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു വലിച്ചിലില്ലാതെ കിട്ടുള്ളൂ കേട്ടോ. ഇതാണ്, ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അധികം കളറൊന്നുമില്ല. നമുക്ക് ശകലം പേരിന് വേണ്ടിയിട്ട് ഒരു ശകലം കളർ പൊടി ചേർക്കുന്നേ ഉള്ളൂ. ഇതാണ് അതിന്റെ പരുവം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. എന്നാലും പഴം മുക്കി കഴിഞ്ഞാല് നമുക്ക് പഴത്തിന് ഫുള്ള് ഈ മാവ് പിടിക്കുള്ളൂ. അപ്പൊ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. നമുക്ക് പഴംപൊരി പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് 2 കവർ എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന പഴം ഇതുകൊണ്ട് തീരെ ചെറിയ പഴമാണ്. ഇപ്പം വലിയ പഴം ഉണ്ടായിരുന്നു, പക്ഷെ അത് പഴുത്തിട്ടില്ല. ഇതിപ്പം ഈ പഴം പാകത്തിന് പഴുപ്പ പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. ഓവർ പഴുപ്പും അല്ല, പക്ഷെ നല്ല ഒരുവിധം പഴുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഈ പഴം ചെറുതായതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് ഇത് രണ്ടായിട്ട് മുറിക്കാനായിട്ടേ പറ്റുള്ളൂ. നോക്കിക്കേ, അപ്പം രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതുപോലെ തന്നെ പഴം രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാവിനകത്തോട്ട് ഇനി മുക്കിയിട്ട് ഇടാം. അപ്പം നല്ല എണ്ണയ്ക്ക് നല്ല ചൂട് വേണം കേട്ടോ. ചൂടുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ മാവിനകത്തോട്ട് പഴം മുക്കി ഇടുമ്പോഴത്തേന് ഇതുപോലെ പൊങ്ങി വരുള്ളൂ. തീ കുറച്ച് വെച്ച് നമ്മൾ പഴം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് ഇതുപോലെ പൊങ്ങി വരില്ല കേട്ടോ. ഇത് നമ്മൾ ചെറിയ പഴമായതുകൊണ്ട് ഒരു 18 പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ.
ഒരു പഴം 9 പഴം ഉണ്ടായിരുന്നു. ഒരു പഴം രണ്ടായിട്ട് മുറിച്ചിട്ട് ഇത് 18 പഴമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 10-12 പഴത്തിന് മേലെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇടാൻ പറ്റും കേട്ടോ. നോക്കിക്കേ, നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കളറൊന്ന് ചേഞ്ച് ആയി കഴിയുകയാണെങ്കിൽ നമുക്ക് കോരിയെടുക്കാൻ പറ്റും. അപ്പം തീ കൂട്ടിയിട്ടിട്ട് വേണം ഈ പഴംപൊരി നമുക്ക് കോരിയെടുക്കാൻ, ഇല്ലെങ്കിൽ നല്ലവണ്ണം എണ്ണ കുടിക്കും. ഇപ്പൊ ഏകദേശം പഴംപൊരി ആയി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു ചുമന്ന കളറൊക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ മൂപ്പായ ശേഷം കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് വേണം ഇത് പഴംപൊരി കോരിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ പഴംപൊരിക്ക് സാധാരണ രീതിയിൽ പഴംപൊരി എണ്ണ കുടിക്കും. അത് കൂടുതൽ സോഡാപ്പൊടിയൊക്കെ ഇടുമ്പോഴാണ് എണ്ണ കുടിക്കാറ്. പക്ഷെ നമ്മൾ സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല, പുളിമാവിനകത്തല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം തീ കൂട്ടിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കോരുവാന്നുണ്ടെങ്കിൽ ഒട്ടും പഴംപൊരിക്ക് എണ്ണ ഉണ്ടാവില്ല കേട്ടോ. അപ്പം പഴംപൊരി നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് ഞാൻ ഈ 18 പഴംപൊരിയും ഒറ്റയ്ക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ടേക്കും കേട്ടോ. കുറച്ച് നമുക്ക് എണ്ണ നോക്കി കോരിയെടുക്കാം. ലാസ്റ്റത്തെ പഴംപൊരി നമ്മൾ കോരിയെടുത്തത് ഉടനെ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേന് തന്നെ നിങ്ങൾക്കൊരു ആ സൗണ്ട് ഫീൽ ചെയ്യുന്നില്ലേ? എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള പഴംപൊരി. പക്ഷെ പുറമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഞാൻ തിന്ന് നോക്കി കാണിച്ചു തരാവേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പഴത്തിന്റെ ഉള്ളിൽ നല്ല ജ്യൂസിയാണ് കേട്ടോ. അതുപോലെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി, നല്ല ചൂട് ചായ. അടിപൊളി പഴംപൊരി കേട്ടോ. ഇപ്പൊ സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ പുളിമാവ് കൊണ്ട് നമുക്ക് ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കി കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ പഴംപൊരിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.